morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. God's great and mighty miracles are going to take place in your life. Miracle working power. അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി. അത് നിങ്ങൾ മനസ്സിലായിക്കോണം. അത്ഭുതത്തെ കൊണ്ടുവരുന്ന, അത്ഭുതത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ദൈവശക്തി. You need to understand it is God's power that leads you towards the miracles that happen in your life. Amen. Joshua chapter 10 verse 12. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. യോശുവ തന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ പെട്ടെന്ന് സൂര്യനോടും ചന്ദ്രനോടും നിൽക്കുവാൻ കൽപ്പിക്കുകയാണ്. So as Joshua was battling against his enemies, he commanded the sun and the moon to stand still. ആമേൻ. അത് ഗിബിയോനിൽ നിൽക്കാൻ പറയുന്നു. ആമേൻ. അയ്യാലോൻ താഴ്വരയിൽ നിൽക്കാൻ പറയുന്നു. And over Gibeon the sun was asked to stand still and the moon in the valley of Ajalon. ആമേൻ. നിങ്ങളുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്. Your words are authoritative. Amen. And the Lord said to Joshua, do not fear them, for I have given them into your hands. യോശുവയോട് യഹോവ ഇപ്രകാരം പറഞ്ഞു, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഒരു ഭയങ്കര വേടാണ്. ഒരു പ്രോമിസ് കൊടുത്തു, ഒരു വാഗ്ദത്തം കൊടുത്തു. ജോഷുവ, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എപ്പോൾ? യുദ്ധം തുടങ്ങിയില്ല, അതിന് മുന്നോടിയായി പറയുകയാണ്. It is a great word from the Lord to Joshua. God says, I have delivered your enemies into your hands. You know, when this was said, it was even before the battle begun. ദൈവ പ്രവൃത്തിയാണ് അത്ഭുതം എന്ന് പറയുന്നത്. It is God's work that which manifests itself as a miracle. മാനുഷിക ശക്തി നിന്നു പോകുമ്പോൾ അവിടെ ചലിക്കുന്ന ഒന്നാണ് ദൈവശക്തി. When man's power comes to an end, that's when God's power is revealed. ശദ്രക്, മേശക്, അബേദ്നഗോവും തീയിൽ വീണു. ദൈവ സാന്നിധ്യത്തിന്റെ ആ മാനിഫെസ്റ്റേഷൻ അവരെ വിടുവിക്കുന്നത് കാണുവാൻ കഴിയും. When Shadrach, Meshach and Abednego was thrown into the furnace, we see the power of God which worked miracles that brought them out safely. അവരുടെ ജീവിതം ഒരു മിസ്റ്ററി പോലെയായിരുന്നു. Their lives were like a mystery. അവർ ചിന്തിച്ചില്ല. They never thought about it. പക്ഷേ അവരുടെ ജീവിതത്തിൽ ആമേൻ ഒരു അത്ഭുതം, ആമേൻ ദൈവശക്തി കൊണ്ടുവരുവാനിടയായി. The power of God brought about a miracle in their life. അവരുടെ നടുവിൽ മറ്റൊരുവൻ ഇറങ്ങി നിൽക്കുന്നു. In their midst there was a fourth person standing. രാജാവ് അത് കണ്ടിട്ട് ഭയപ്പെട്ടു. The king saw that fourth person and was afraid. ആമേൻ. എബ്രായ ബാലന്മാരുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. The faith of the Hebrew boys were great and mighty. നമ്മുടെ ജീവിതത്തിൽ, in our life, കഷ്ടങ്ങളിലൂടെ പോകും. when we go through some struggles and troubles, വിശ്വാസ ജീവിതത്തെ ഉരയ്ക്കുന്ന അനുഭവങ്ങൾ കടന്നു വരും. there will be some troublesome situations that will sway your faith life. പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. You know, there might be many problems that pop up in our life. മുറുകെ പിടിക്കുക. But we need to stand firm. ഉറച്ചു നിൽക്കുക. We need to hold on. ദൈവശക്തി അത്ഭുത പ്രവൃത്തികളെ കൊണ്ടുവരുന്നു. The power of God will bring miracles of God. Hallelujah. Hallelujah. ജോഷുവയുടെ ജീവിതത്തിൽ, just like in the life of Joshua, അത്ഭുതം കണ്ടു. Joshua saw a miracle of God. അവൻ മുമ്പോട്ടുള്ള ജേർണിയിൽ, in his journey forward, അവൻ ജോർദാനിൽ അത്ഭുതങ്ങളെ കണ്ടു. in Jordan he saw a miracle. അവന്റെ നേരെ നിന്ന മല്ലന്മാരുടെ മുൻപിൽ ദൈവ പ്രവൃത്തിയെ അവൻ കണ്ടു. He saw the work of God happening in the midst of the giants before him. Miracle working power. അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വലിയ മല്ലൻ വീഴാൻ പോകുന്നു. A great giant that stands before you
you is going to be slain and he's going to fall to the നിങ്ങളുടെ ground. മുൻപിൽ നിൽക്കുന്ന വലിയ ഒരു വെല്ലുവിളി മാറാൻ പോവുകയാണ്. A great challenge is going to be taken away. നിങ്ങൾ വെല്ലുവിളിയുടെ മുൻപിൽ തളർന്നു പോകരുത്. Oh, do not be disheartened or weakened when you are in front of a challenge. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Oh, at this time I want to pray for you. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി കാണാൻ പോകും. You are going to witness a great miracle which you have not yet witnessed. ഇനി മുതൽ നിങ്ങളുടെ ശുശ്രൂഷ ശക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടും. Now onwards your ministry is going to be taken, elevated from different levels in the power of God. മിറക്കിൾ നടക്കുന്നത് ദൈവവുമായിട്ടുള്ള പാർട്ണർഷിപ്പിലാണ്. A miracle works in a partnership with the Lord. ആമേൻ. Amen. നമ്മൾ ദൈവവുമായിട്ട് എങ്ങനെ ബന്ധത്തിലിരിക്കും? How well are we in a relationship with God? ആ പാർട്ണർഷിപ്പിൽ മിറക്കിൾ നടക്കും. In that partnership, in that fellowship, a miracle is birthed. ആമേൻ. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray for you. നിങ്ങൾ ദൈവവുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ഇന്റിമസിയിലേക്ക് കൊണ്ടുവരിക. Oh, you need to step into an intimate relationship, partnership with the Lord. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കും. In the name of Jesus, I bless these people. ആ ഇന്റിമസിയിലേക്ക് ജനം വരട്ടെ. Oh, let these people get into an intimate relationship with the ഒരു Lord. breakthrough സംഭവിക്കട്ടെ. Let a breakthrough happen in their ദൈവ lives. മഹിമ ഇറങ്ങട്ടെ. May the glory of God descend in their lives. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. Lord, I bless these children. ഈ നേരെ നിൽക്കുന്ന Oh, whatever is standing against them. എല്ലാ ശത്രുവും, Oh, every enemy standing against them. അമാലേക്യ ശക്തികൾ, Oh, every Amalekite powers. witchcraft, Every witchcraft. ആമേൻ, നിരാശ കൊണ്ടുവരുന്ന വാക്കുകൾ, Every word that brings depression. കടഭാരങ്ങൾ, Oh, debts. എല്ലാ മല്ലനും മാറിപ്പോകട്ടെ. Let every giant be removed. ഈ ജനത്തെ അനുഗ്രഹിക്കും. I bless these people. ആമേൻ. Amen. God bless you, love you. God bless you and I love you. ഈ ഒരു വർഷം തീരാൻ പോവുകയാണ്. This year is coming to an end. അടുത്ത വർഷം നമ്മളെല്ലാവരും ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. We are not sure whether we will step into another year. എന്നാൽ നമ്മളെല്ലാവരും ഒരു വലിയ പ്രിപ്പറേഷനിലാണ്. But we are all in a preparation. ഞാൻ ഈ ദിവസങ്ങളിൽ ഫാമിലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ As I was praying for families in these days, ഒരുപാട് ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലംസ്. there's a lot of problems in many families. അതുകൊണ്ട് ഫാമിലികളുടെ വിടുതലിന് വേണ്ടി ഒരു ഫാമിലി കോൺഫറൻസ് വെക്കാൻ പോകും. For that reason, for the deliverance of problems in families, we are going to conduct a family conference. ഡിസംബർ 23, 24, 25 ഈ തീയതികളിലാണ്. December 23rd, 24th and 25th. In these dates, നിങ്ങൾ എല്ലാവരും വരണം. you all should come. നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. You should be useful for the kingdom of God. ഫാമിലിയിലുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്, സമാധാനം ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. You are going to experience the peace and joy in your family life. ദൈവിക രോഗസൗഖ്യം അനുഭവിക്കണം. You need to experience divine healing. നിങ്ങൾ എല്ലാവരും വരിക, അറ്റൻഡ് ചെയ്യുക. All of you are welcome. You should attend this meeting. God bless you. God bless you.